ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള അതുപോലെ നല്ല രുചിയുള്ള ഒരു സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിത് മുട്ട വെച്ചിട്ട് ചെയ്യുന്ന സ്നാക്കാണ്. അതുകൊണ്ട് തന്നെ മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളും ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിന് ആദ്യം തന്നെ വേണ്ടത് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടയാണ്. അപ്പോൾ ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു സവാള കുഞ്ഞായിട്ട് നുറുക്കി എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ പീസാക്കിയത്, പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ നമുക്ക് ഒരുപാടൊന്നും വേണ്ട. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഗരം മസാല ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ പൊടികളെല്ലാം കറക്റ്റായിട്ട് ചേർക്കണം. ഈ കടലമാവാണെങ്കിലും അരിപ്പൊടി ആണെങ്കിലും കൂടിപ്പോരുത്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ കുഴച്ചെടുക്കണ്ട, ഇതേപോലെ ഒന്ന് എല്ലാവരുടെയും ഒന്ന് ആ പൊടി ആക്കി കൊടുക്കുക. നമ്മൾ വളരെ കുറച്ച് പൊടിയേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ഒട്ടലൊന്നും ഉണ്ടാവില്ല പൊടിയുടെ. അപ്പോൾ അതുകൊണ്ടാണ് പൊടി കൂടിപ്പോരുതെന്ന് പറഞ്ഞത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ട നന്നായിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ മുട്ട നമ്മൾ മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഇതിൻ്റെ ഒരു പകുതി നമ്മൾ ഇനി ഈ മസാലയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഇതൊന്ന് നന്നായിട്ട് മിക്സായി കിട്ടാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ ഇങ്ങനെ മുട്ട ചേർക്കുകയാണെങ്കിൽ പൊടിഞ്ഞു പോകുമൊന്നുമില്ല. നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ചിലർ പറയാറില്ലേ പൊടിഞ്ഞു പോകുന്നു എന്ന് എണ്ണയിൽ. അപ്പോൾ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ പൊടിഞ്ഞു പോവില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോട്ട് മാറ്റാം. കയ്യിൽ കുറച്ച് എണ്ണ തടവോ അല്ലെങ്കിൽ കൈ നന്നായിട്ട് വാഷ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഈ ഒരു കട്ടിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്കിത് ഒരുപാട് അങ്ങോട്ട് വേവാനൊന്നും ഇല്ല, കാരണം പൊടികൾ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതേ ഇത് കറക്റ്റായിട്ട് എടുത്തിട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ ഫ്രൈ ആക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. തീ കുറഞ്ഞു പോകരുത്, അതുപോലെ തന്നെ ഒത്തിരി കൂടാനും പാടില്ല. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് ഇടുക, അങ്ങനെ പൊട്ടൊന്നുമില്ല, എന്നാൽ ഇടുന്ന സമയത്ത് പൊട്ടി പോകാണ്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മളിത് തിരിച്ചിടുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് സ്പൂൺ വെച്ചിട്ട് എണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ മേൽഭാഗം അത്യാവശ്യം ഒന്ന് സെറ്റായിട്ട് കിട്ടും. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് ചേർത്തുകൊണ്ട് തന്നെ അങ്ങനെ പൊടിഞ്ഞു പോകുന്നില്ല എണ്ണയ്ക്കകത്ത്. അപ്പോൾ ഈ സൈഡ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി നേരമൊന്നും എടുക്കില്ല. നമ്മൾ അതുപോലെ തന്നെ ഒരുപാട് മുങ്ങിക്കിടക്കുന്ന അത്ര ഓയിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എണ്ണ കുടിക്കുന്ന ഒരു സ്നാക്കും അല്ല, നമ്മളെ സാധാ കട്ട്ലേറ്റ് പോലെ അങ്ങനെ എണ്ണയൊന്നും ഒത്തിരി കുടിക്കില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്ക് പെട്ടെന്ന് ചായയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പെട്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് 3 മണിക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.